ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കിടയിൽ ആത്മഹത്യകൾ വർദ്ധിച്ചു വരുന്നുവെന്ന് NCRBയുടെ ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ഇടയിൽ ഇങ്ങനെ ഒരു ആത്മഹത്യ വർധന ഉണ്ടാവാനുള്ള കാരണം? ഈ നമ്മുടെ പ്രത്യേകിച്ച് ഇപ്പം അണുകുടുംബങ്ങളാണ് ഇന്ത്യ ഒട്ടാകെ ഉള്ളത്. ചിലപ്പോൾ അതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുന്നത് കൂട്ടുകുടുംബങ്ങൾ ഇല്ലാതാവുകയും എല്ലാവരും ഒരു രണ്ട് കുഞ്ഞുങ്ങളും മാതാപിതാക്കളും മാത്രമുള്ള കുടുംബങ്ങളാണ് മിക്കയിടങ്ങളിലും ഉള്ളത്. അപ്പം അതിനകത്ത് ഒരു പ്രധാന പ്രശ്നം കുഞ്ഞുങ്ങളെക്കുറിച്ച് വലിയ തോതിലുള്ള പ്രതീക്ഷയും അവർ ഇന്നതായി തീരണമെന്ന് അവരുടെ മേൽ മാതാപിതാക്കൾ അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത ഇന്ത്യക്കാരുടെ ഇടയിൽ വളരെ വളരെ വ്യാപകമാണ്. കുട്ടികളുടെ മാനസിക നില പരിശോധിക്കാതെ അവർക്ക് ഏത് വിഷയത്തിലാണ് താല്പര്യമെന്ന് പലപ്പോഴും പരിഗണിക്കാതൊക്കെ തന്നെയാണ് മാതാപിതാക്കൾ കുട്ടികളെ ഡോക്ടറാവണം, എഞ്ചിനീയർ ആവണം, പൈലറ്റ് ആവണം, ക്രിക്കറ്റ് കളിക്കാരനാകണം എന്നൊക്കെ പറഞ്ഞ് അവരങ്ങ് അടിച്ചേൽപ്പിക്കുകയാണ്. കുഞ്ഞുങ്ങൾക്ക് ഇതിനകത്ത് താല്പര്യം ഉണ്ടോ ഇല്ലയോ എന്നൊന്നും പരിശോധിക്കാതെയാണ് പലപ്പോഴും അവരെ ഈ മാർഗത്തിലേക്കൊക്കെ തിരിച്ചുവിടുകയൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു കാലത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യ ഉണ്ടായിരുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് രാജസ്ഥാനിലെ കോട്ട എന്ന് പറയുന്ന സ്ഥലത്താണ്. ഈ കോട്ടയിലാണ് ഏറ്റവും കൂടുതൽ എൻട്രൻസ് കോച്ചിങ് സെൻ്ററുകളുള്ളത്. അപ്പോൾ അവിടേക്ക് മാതാപിതാക്കൾ കുട്ടികളെ പറഞ്ഞു വിടുന്നു, പല സംസ്ഥാനങ്ങളിലും പറഞ്ഞു വിടുന്നു. അപ്പോൾ ഈ കോച്ചിങ് സെൻ്ററുകൾക്ക് ഏറ്റവും കൂടുതൽ മികച്ച റിസൾട്ട് കിട്ടുന്നതിന് വേണ്ടി അവർ ഈ കുട്ടികളുടെ മേൽ വലിയ തോതിലുള്ള പ്രഷർ ഇടുന്നു. അതേപോലെ തന്നെ കുടുംബത്തിൽ നിന്നുള്ള പ്രഷർ, നീ എങ്ങനെയെങ്കിലും എഞ്ചിനീയർ ആയേ പറ്റൂ, നീ എങ്ങനെയെങ്കിലും ഡോക്ടർ ആയേ പറ്റൂ, അതുപോലെ തന്നെ നീ എങ്ങനെയെങ്കിലും IITയിൽ അഡ്മിഷൻ മേടിക്കണം, IIMS അഡ്മിഷൻ മേടിക്കണം എന്നൊക്കെ പറഞ്ഞ് കുട്ടികളുടെ മേൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ഈ പ്രഷർ അങ്ങ് ഇടുകയാണ്. അപ്പോൾ പലപ്പോഴും അവർക്ക് ഈ സിലബസുമായിട്ട് കോപ്പപ്പ് ചെയ്യാനോ അവർക്ക് ഒരു പക്ഷെങ്കിൽ മാത്സ് പഠിക്കാൻ താല്പര്യമില്ലാത്തവരായിരിക്കാം അവരോട് എഞ്ചിനീയർ ആകാൻ വീട്ടുകാരും അധ്യാപകരും ഒക്കെ തന്നെ പ്രഷർ ചെയ്യുന്നത്. അതുപോലെ തന്നെ സയൻസ് ബയോളജിയും പിന്നെ അത് പഠിക്കാൻ താല്പര്യമില്ലാത്തവരെ ആയിരിക്കാം നിങ്ങൾ ഡോക്ടറാകാൻ വേണ്ടി പ്രഷർ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ പല തരത്തിലുള്ള പ്രഷറിനകത്താണ്, സമ്മർദ്ദങ്ങളുടെ ഇടയിലാണ് ഈ കുഞ്ഞുങ്ങൾ ജീവിക്കുന്നത്. അതേപോലെ തന്നെ കുടുംബങ്ങളിലെ പ്രശ്നം, അതേപോലെ തന്നെ ലഹരിക്ക് അടിമയാകുന്ന ലഹരികളുടെ അമിത ഉപയോഗം, പിന്നെ മദ്യപാനാസക്തി, ഇതിനെല്ലാം ഘടകമായി വരുന്നുണ്ട്. അപ്പം ഇതിനിടയിൽ പെട്ട് ജീവിക്കുന്ന വിദ്യാർത്ഥികളാണ് ഇന്ത്യ ഒട്ടാകെ ഉള്ളത്. അതിൻ്റെ ആത്മഹത്യയുടെ റേറ്റ് കണ്ടാൽ നമ്മൾ പേടിച്ചു. ഈ അടുത്ത ദിവസം ഏതാണ്ട് ഒരു 2 ആഴ്ച മുമ്പ് കേരളത്തിൽ ചെന്നിത്തല എന്ന് പറയുന്ന സ്ഥലത്ത് നവോദയ വിദ്യാലയത്തിലെ ഒരു ചെറുപ്പക്കാരൻ 14 വയസ്സുള്ള ഒരു വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത് അവൻ്റെ ആത്മഹത്യാക്കുറിപ്പിൽ 2 വരിയും ഐ ഹേറ്റ് മൈ ലൈഫ് എന്നാണ്, അത് മാത്രമേ അവൻ എഴുതിയിട്ടുള്ളൂ. അപ്പം എന്താണ് അതിൻ്റെ കാരണം എന്ന് സ്കൂളുകാർക്കോ മാതാപിതാക്കൾക്കോ കണ്ടെത്താൻ കഴിയുന്നില്ല. അപ്പം ഇത്തരത്തിൽ പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾക്കിടയിൽ അതുപോലെ തന്നെ അമിത പ്രതീക്ഷകൾക്ക് ഒപ്പം പോകാൻ കഴിയുന്നില്ല എന്നുള്ള കുട്ടികളുടെ ആധി, ഇതൊക്കെ തന്നെയാണ് ആത്മഹത്യയിലേക്ക്. നമ്മുടെ സ്കൂളുകളിലൊന്നും ഇപ്പോഴും വ്യാപകമായിട്ട് കൗൺസിലിംഗ് സെൻ്ററുകളോ സ്റ്റുഡൻറ് കൗൺസിലേഴ്സോ ഒന്നുമില്ല. പല ചുറ്റുപാടുകളിൽ നിന്നാണ് കുട്ടികൾ സ്കൂളിലേക്ക് വരുന്നത്. പല കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് വരുന്നവരുണ്ട്. അപ്പോൾ ഈ ഒരു പക്ഷെങ്കിൽ ഇപ്പം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് ഉണ്ടാകുന്ന കോംപ്ലക്സുകൾ അവർ സ്കൂളിലേക്ക് വരുമ്പോഴത്തേക്ക് പലതരത്തിലുള്ള പിന്നെ ധനികരായ കുട്ടികളോടൊപ്പം പഠിക്കുമ്പോൾ ഉണ്ടാകുന്ന അവരെഴുതുന്ന ഒറ്റപ്പെടൽ, അതുപോലെ തന്നെ ജാതീയമായ ഒറ്റപ്പെടൽ വേറൊരു വഴിക്ക്. അപ്പോൾ ഇങ്ങനെ പലതരത്തിലുള്ള ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന സാഹചര്യം. ഇപ്പം തന്നെ ഏറ്റവും കൂടുതൽ നിതിൻ രാജ് എന്ന് പറയുന്ന BDS വിദ്യാർത്ഥിയുടെ ആത്മഹത്യ എന്താണ്? ജാതീയമായ അധിക്ഷേപമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതാണ് പിന്നെ ചെറുപ്പക്കാരൻ്റെ ആത്മഹത്യക്ക് കാരണമായി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 2 വർഷം മുമ്പാണ് സിദ്ധാർത്ഥൻ്റെ ആത്മഹത്യ ഉണ്ടായത്. SFI വിദ്യാർത്ഥികളുടെ പ്രഷർ താങ്ങാനാവാതെയാണ് അയാൾ ആത്മഹത്യ ചെയ്തത്. അപ്പം ഇങ്ങനെ പലതരത്തിലുള്ള, കേരളം പോലെ സ്ഥലത്താണ് രാഷ്ട്രീയമായി, ജാതീയമായി, സാമ്പത്തികമായ ചുറ്റുപാടുകളിലൊക്കെ വരുന്ന പ്രഷറിൻ്റെ പേരിലാണ് കുഞ്ഞുങ്ങൾ ആത്മഹത്യ ചെയ്തത്. പക്ഷേ ഇതിനൊന്നും ഒരു ശാശ്വതമായ പരിഹാരം കണ്ടെത്താൻ കുടുംബങ്ങളിലോ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തോ ഒരു മാതൃകയുമില്ലാത്ത സ്ഥിതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ പുറത്തുവിട്ടിരിക്കുന്ന കണക്കെന്ന് പറയുന്നത് അമ്പരപ്പിക്കുന്ന കണക്കാണ്. അതായത് 2024 മാത്രം 14,488 കുട്ടികൾ ആത്മഹത്യ ചെയ്തു എന്നാണ് പറയുന്നത്. അത് ഏതാണ്ട് തലേ വർഷത്തെ കണക്കുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ 4.3% വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ 1,15,850 കുട്ടികൾ ആത്മഹത്യ ചെയ്തു എന്നാണ് പറയുന്നത്. ഒരു ലോകത്ത് ഒരു പക്ഷേ വളരെ വർദ്ധിച്ച ഒരു കണക്കായിരിക്കാം. എന്തുകൊണ്ടാണ് സർക്കാരോ വിദ്യാഭ്യാസ വകുപ്പോ കൗൺസിലേഴ്സോ ഒന്നും തന്നെ നമ്മൾ ഇതിനെ ഒരു ദേശീയ ദുരന്തമായി കാണാത്തതെന്നുള്ളതാണ്.
കാരണം നമ്മുടെ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നതിനെ കുറിച്ച് നമ്മുടെ സമൂഹത്തിന് ഒരു കരുതലുമില്ല എന്നൊക്കെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. എന്തുകൊണ്ടാണ് കുട്ടികൾ ഇത്തരത്തിലേക്ക് ആത്മഹത്യയിലേക്ക് തള്ളിപ്പോകുന്നത്? കാരണം ഇന്നലെ മിനിഞ്ഞാന്ന് വരെ നമ്മുടെ പത്രങ്ങളിൽ വന്നാണ് മലപ്പുറത്തോ മറ്റോ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ആത്മഹത്യ ചെയ്തു എന്നുള്ളത്. അപ്പം ഈ ആ കുട്ടികളുടെ ആത്മഹത്യക്ക് പ്രായഭേദമോ പ്രായമൊന്നും ഒരു ഘടകം പോലും ഇല്ല. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ പ്രായം എന്ന് പറഞ്ഞാൽ 12 വയസ്സ് അല്ലെങ്കിൽ 13 വയസ്സാണ്. ആ 13 വയസ്സുള്ള ഒരു കുട്ടി ജീവിതം അവസാനിപ്പിക്കാനായിട്ട് ശ്രമിച്ചു, അതിനകത്ത് വിജയിച്ചു എന്ന് പറയുന്നത് ഈ പൊതുസമൂഹത്തിന് നേരെയുള്ള വലിയൊരു വിരൽ ചൂണ്ടലാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾ ആത്മഹത്യയിലേക്ക് പോകുന്നു എന്നുള്ളതിനെ കുറിച്ച് ദേശീയ തലത്തിലോ സംസ്ഥാന തലത്തിലോ ഒന്നും കാര്യമായ ഒരു പഠനം പോലും ഇല്ല. ഇപ്പൊ NCRBയുടെ ഈ കണക്ക് കണ്ടിട്ട് ഞെട്ടിക്കുന്നതാണ്. നമ്മുടെ ഭാവി തലമുറയെ വാർത്തെടുക്കേണ്ട 1,85,000 കുഞ്ഞുങ്ങളാണ് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് കഴിഞ്ഞ 10 വർഷത്തിനിടെ. എത്രയോ പ്രതീക്ഷയോടുകൂടി വളർത്തിക്കൊണ്ടുവന്ന കുട്ടികളാണ് ഇത്തരത്തിൽ. പ്രായമായവരുടെ ഒരു ആത്മഹത്യയെക്കാട്ടിലും നമ്മളെ അമ്പരപ്പിക്കുന്നത് ഈ 20 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ ആത്മഹത്യയാണ്. അത് ഒരു രാജ്യത്തിന് താങ്ങാനാവുന്നതല്ലേ. ഈ അടുത്ത കാലത്താണ് ഉത്തർപ്രദേശിലെ ലക്നൌവിലെ ഒരു അഭിഭാഷകൻ, 23 വയസ്സുള്ള ഒരു അഭിഭാഷകൻ, അയാൾ LLM-ലും പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പം നാച്ചുറലി അയാളൊരു വിദ്യാർത്ഥിയാണ്. വീട്ടിലെ പ്രഷർ, പിതാവിന്റെ പ്രഷർ സഹിക്കാൻ വയ്യാഞ്ഞിട്ട് അയാൾ കോടതിയുടെ 5 നില കെട്ടിടത്തിന്റെ മേളിൽ നിന്ന് ആത്മഹത്യ ചെയ്തു. അതിന് ആത്മഹത്യ കുറിപ്പിനകത്ത് അയാൾ പറഞ്ഞു, പപ്പ എനിക്ക് നിങ്ങളുടെ താല്പര്യങ്ങൾക്കും നിങ്ങളുടെ പ്രതീക്ഷകൾക്കും അനുസരിച്ച് ജീവിക്കാൻ കഴിയുന്നില്ല. കുടുംബത്തിലെ പ്രശ്നങ്ങളാണ് അയാളെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടത്. ഒരുപക്ഷെ സ്കൂളുകളിൽ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, 100% റിസൾട്ട് ഉണ്ടാക്കുന്നതിന് കുട്ടികളുടെ മേൽ അനാവശ്യമായ പ്രഷർ ഇടുക, അതിനകത്ത് അത് താങ്ങാൻ കഴിയാത്ത കുഞ്ഞുങ്ങൾ ആത്മഹത്യ ചെയ്യുന്നു. പലതരത്തിലെ ക്ലാസ്സിൽ 1ാം സ്ഥാനത്താവണമെന്ന് പറഞ്ഞ് കുട്ടികളുടെ മേൽ പ്രഷർ ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെ പലതരത്തിലെ പല കാരണങ്ങളാണ്. പ്രത്യേകിച്ച് ഈ സ്വകാര്യ സ്കൂളുകളിലാണ് ഇതിന്റെ ഏറ്റവും വലിയ ഭീകരാവസ്ഥ എന്ന് പറയുന്നത്. 100% റിസൾട്ട് ഉണ്ടാക്കണം, എല്ലാവരും ജയിച്ചു എന്ന്. CBSEക്ക് 100% റിസൾട്ട് കിട്ടിയ സ്കൂളാണെന്ന് പറഞ്ഞാണ് അടുത്ത വർഷത്തേക്കുള്ള അവരുടെ കച്ചവടം പിടിക്കുന്നത്. അതേപോലെ 100% ഇല്ലാത്ത സ്കൂളുകൾ എന്തോ മോശം സ്കൂളുകളായിട്ട് കാണും. പരാജയപ്പെടുന്നവരെല്ലാം ജീവിതത്തിൽ ഒന്നിനും കൊള്ളാത്തവരാണെന്നുള്ള രീതിയിലാണ് അധ്യാപകർ പലപ്പോഴും ക്ലാസ്സിൽ സംസാരിക്കുന്നത്. നിങ്ങൾ പരാജയപ്പെടുന്നവരെ കൂടെ ചേർത്ത് പിടിക്കാനുള്ള ഒരു ബാധ്യത സംസ്ഥാനത്തിനും സർക്കാരിനും സ്കൂളുകൾക്കും കുടുംബത്തിനും എല്ലാം ഉണ്ട്. ഒരു സ്കൂളിൽ ഒരു പരീക്ഷയ്ക്ക് 10 മാർക്ക് കുറഞ്ഞെന്നോ ഒന്ന് തോറ്റുപോയെന്നോ കണ്ട് ജീവിതം അവസാനിപ്പിക്കുന്ന തരത്തിലേക്ക് നിങ്ങൾ കുഞ്ഞുങ്ങളെ തള്ളിവിടുന്ന ഒരു സാമൂഹിക അന്തരീക്ഷം ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അതിനകത്ത് നമ്മളെല്ലാവരും ഉത്തരവാദികളാണ്, ഒരാളുടെ മാത്രമല്ല. പക്ഷെ ഈ ഒരു യാഥാർത്ഥ്യം കുട്ടികളെ അത്തരത്തിലേക്ക് തള്ളിവിടാതിരിക്കാനുള്ള സാമൂഹിക സാഹചര്യങ്ങൾ സൃഷ്ടിക്കാൻ സ്കൂൾ അധികൃതർക്കും കോളേജുകാർക്കും പൊതുസമൂഹത്തിനും എല്ലാം ഉണ്ട്. ഇപ്പൊ തന്നെ ഈ വളരെ ദരിദ്രമായ ഒരു ചുറ്റുപാടിൽ നിന്ന് വന്ന ഒരാളാണ് നിതിൻ രാജ് എന്ന് പറയുന്നത്. നിതിൻ രാജ് അനുഭവിച്ച പീഡനങ്ങൾക്ക് കൈയും കണക്കുമില്ല. ആ റാം എന്ന് പറയുന്ന അധ്യാപകൻ വർഷങ്ങളായിട്ട് അവിടെ വരുന്ന കുട്ടികളുടെ മേൽ ഇത്തരത്തിൽ ജാതീയമായ അധിക്ഷേപവും ഒക്കെ തന്നെ, നിറത്തിന്റെയും ജാതിയുടെയും ഒക്കെ പേര് പറഞ്ഞ അതിശയം. അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് കാണാതിരിക്കുമ്പോഴാണ് കുഞ്ഞുങ്ങൾ, എല്ലാവർക്കും ഒന്നും ഈ ഇത്തരം പ്രശ്നങ്ങൾ താങ്ങാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പം അത്തരം സാഹചര്യങ്ങളിലാണ് ആത്മഹത്യ ഉണ്ടാകുന്നത്. എന്ത് നടപടി എടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ. ഇത്ര ദിവസമായിട്ട് ആ പ്രതിയെ പിടിക്കാൻ കഴിയുന്നില്ല. സിദ്ധാർത്ഥന്റെ ആത്മഹത്യ നടന്നിട്ട് ഈ സർക്കാർ, ഇതിനു മുമ്പുണ്ടായിരുന്ന സർക്കാർ കാണിച്ച കള്ളക്കളികൾ നമ്മൾ കണ്ടതാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളോട് എങ്ങനെയാണ് പൊതുസമൂഹം പ്രതികരിക്കുന്നു എന്നുള്ള ഒരു പ്രധാന സംഭവമുണ്ട്. ഒരു 4-5 വർഷം മുമ്പാണ് ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിലെ രോഹിത് വെമുല എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ വിദ്യാർത്ഥിയുടെ ആത്മഹത്യ ഇന്ത്യ ഒട്ടാകെ വലിയ ചർച്ച ഉണ്ടാക്കിയത്. എന്നിട്ട് എന്ത് നടപടി ഉണ്ടായി? ഒന്നും ഉണ്ടായില്ല. അപ്പൊ അത് ജാതി അധിക്ഷേപത്തിന്റെ പേരിലായിരുന്നു. അപ്പൊ ഇത് വലിയൊരു യാഥാർത്ഥ്യമാണ്. ജാതി അധിക്ഷേപം നടക്കും. ഇപ്പോഴത്തന്നെ ബോംബെ, ഡൽഹിയിലൊക്കെ IIT-കളിൽ അവിടെ ദളിതരായ കുട്ടികൾക്ക് വേറെ മെസ്സും അവർക്ക് വേറെ പാത്രങ്ങളും അവരോടൊപ്പം ഭക്ഷണം കഴിക്കാൻ തയ്യാറാവാത്ത ഒരു അന്തരീക്ഷമുണ്ട്. സർക്കാരും ഈ കോളേജ് അധികൃതരൊന്നും ഒരു നടപടി എടുക്കുന്നില്ല. ഇതൊക്കെ യാഥാർത്ഥ്യമായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. അവരെ കൂടെ ചേർത്ത് പിടിക്കാനുള്ള ഒരു രാഷ്ട്രീയ സംവിധാനമോ സാമൂഹിക അന്തരീക്ഷമോ സൃഷ്ടിക്കപ്പെടാതെ പോകുമ്പോഴാണ് ഇതൊക്കെ ഉണ്ടാകുന്നത്. ഇതിന്റെ പിന്നിൽ ഇതിന്റെ യഥാർത്ഥ കാരണങ്ങൾ എന്താണെന്ന് ഒരു പഠനം നടത്താൻ ഇതുവരെ പോലും ഈ മാറി വന്ന സർക്കാരുകൾ കഴിഞ്ഞിട്ടില്ല. കേരളമാണ് നമ്മൾ പറയുന്നത് വിദ്യാഭ്യാസ രംഗത്ത് നമ്പർ 1 ആണെന്ന് നമ്മളിവിടെ പറഞ്ഞു. പക്ഷെ ഇത്തരം സ്ഥിതിഗതികളോട് നമ്മൾ എന്താണ് ചെയ്യുന്നു എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. കേരളത്തിൽ ഇത്രയും വലിയ യാഥാർത്ഥ്യങ്ങൾ ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് ഇതിനുവേണ്ടി ഒരു നടപടി എടുക്കാത്തത്? ഇതിനെക്കുറിച്ച് ഇത്രയും ആത്മഹത്യ കുട്ടികളുടെ ഉണ്ടായി. ജാതി അധിക്ഷേപം, അതാണ് ഇതിനകത്ത് ഏറ്റവും സങ്കടകരമായ സ്ഥിതി. ജാതി അധിക്ഷേപത്തിന്റെ പേരിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ആത്മഹത്യ ചെയ്യുന്നതിനെ കുറിച്ച് ഈ സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പോ സർക്കാരോ പോലീസോ ഒരു പഠനവും നടത്തിയിട്ടില്ല. എന്തുകൊണ്ടാണ് ഇത്തരം പാവപ്പെട്ട വീടുകളിലെ കുഞ്ഞുങ്ങൾ ഇത്തരത്തിലേക്ക് പോകുന്നു? പണക്കാരുടെ വീട്ടിലെ കുഞ്ഞുങ്ങൾ ആത്മഹത്യയിലേക്ക് പോകുന്നതിന് കാരണം എന്താണ്? എന്തുകൊണ്ടാണ് പെൺകുട്ടികൾ ധാരാളമായി ആത്മഹത്യയിലേക്ക് പോകുന്നത്? ഇതെല്ലാം ഉണ്ട്. സ്ത്രീധനത്തിന്റെ പേരിൽ
പീഡനം നടക്കുന്നത് ഏറ്റവും കൂടുതൽ വരുന്ന ഒരു സംസ്ഥാനങ്ങളിൽ ഒന്നായിട്ടാണ് കേരളം വരുന്നത്. അപ്പൊ ഈ യാഥാർത്ഥ്യങ്ങളെ കുറിച്ച് ഒന്നും നമ്മൾ യാതൊരു തരത്തിലുള്ള പഠനവും നടക്കുന്നില്ല. കഴിഞ്ഞ വർഷം അതിന് മുമ്പത്തെ വർഷമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഫൈനൽ ഇയർ MBBS വിദ്യാർത്ഥിനിയായ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്ത്. വീട്ടുകാർ കൂടുതൽ സ്ത്രീധനം വരന്റെ വീട്ടുകാർ കൂടുതൽ സ്ത്രീധനം ചോദിച്ചു എന്നുള്ള പേരിലാണ് ആ മിടുക്കിയായ പെൺകുട്ടി ആത്മഹത്യ ചെയ്തത്. അപ്പം ഇത്തരം ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നിൽക്കുകയാണ്. ഇതിനെക്കുറിച്ചൊന്നും ആരും വ്യാകുലപ്പെടുന്ന പോലും ഇല്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അപ്പം അത് ഈ കണക്കുകൾ കണ്ടിട്ട് സത്യം പറഞ്ഞാൽ ഭയം തോന്നുന്ന രീതിയിലേക്കാണ് നമ്മുടെ വിദ്യാഭ്യാസ രംഗവും പോകുന്നതെന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയാണ്. കാരണം അതിനുവേണ്ടി സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇതിന് റിപ്പോർട്ടിന്റെ അവസാനം പറയുന്നുണ്ട്, പഠന സമ്മർദ്ദം, കടുത്ത മത്സരം, മാതാപിതാക്കളുടെ അമിത പ്രതീക്ഷകൾ, സാമൂഹ്യ മാധ്യമങ്ങളുടെ സ്വാധീനം എന്നിവയാണ് പ്രധാന കാരണമായിട്ട് NCRB ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പം അതേപോലെ തന്നെ കുട്ടികളുടെ ഇടയിൽ വലിയ തോതിൽ ഈ വിഷാദ രോഗം ഉണ്ടാകുന്നുണ്ട്. അതിന് പല കാരണങ്ങളാണ്. പക്ഷെ അതൊന്നും സമയാസമയങ്ങളിൽ കണ്ടെത്താനോ അവരെ അതിൽ നിന്ന് മോചിപ്പിക്കാനോ ഒന്നും നമുക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ സത്യം പറഞ്ഞാൽ നമ്മുടെ ഭരണകൂടങ്ങൾ പരാജയപ്പെട്ടു പോവാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ കഴിയാത്തത് സർക്കാരിന്റെ ഒരു വലിയ പരാജയമാണ്, സമൂഹത്തിന്റെ പരാജയമാണ്, സ്കൂളുകളുടെ പരാജയമാണ്. അപ്പൊ ഈ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയാൻ കഴിയണം. അതിനുവേണ്ടിയാണ് ഒരു പഠനം നടക്കുന്നത്. എന്തുകൊണ്ടാണ് കുഞ്ഞുങ്ങൾ ഈ അവസ്ഥയിലേക്ക് പോകുന്നു? അവരെ 30-40 പിള്ളേരുള്ള ഒരു ക്ലാസ്സിൽ കുട്ടികളെ മനോവ്യാപാരങ്ങൾ അറിയാൻ കഴിയാത്ത രീതിയിലുള്ള അധ്യാപകരാണ് വന്നത്. കാരണം അവരുടെ കുറ്റമല്ല, ഇത്രയും പിള്ളേരെ പഠിപ്പിക്കണം, നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാക്കണം, അതിനുവേണ്ടിയുള്ള പ്രഷർ അവരുടെ മേലുണ്ട്. അപ്പൊ അതൊന്നും ഒരുപക്ഷെ ചിലപ്പോൾ അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞെന്ന് വരത്തില്ല. അപ്പൊ ഇങ്ങനെ വലിയൊരു സമ്മർദ്ദങ്ങളുടെ നടുവിലാണ് നമ്മുടെ കുട്ടികൾ കടന്നു പോകുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ആത്മഹത്യകൾ പെരുകുകയും ചെയ്യുന്നത്.